Hi everyone. Today we are going to solve some more problems concerning the determination of the resident status of individual. So, moving to the portions. Question number 2, that is, Mr. Y, an Indian citizen, has stayed in India for 166 days during the relevant previous year. After that, he left for employment to USA. മിസ്റ്റർ വൈ അദ്ദേഹമാണ് നമ്മുടെ അസസി. അപ്പോൾ അദ്ദേഹം ഇൻഡിവിജ്വൽ ആണ്. ദെൻ ഇനി നമ്മൾ എന്താ നോക്കുന്നത്? ആൻ ഇന്ത്യൻ സിറ്റിസൺ ഹാസ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 166 ഡേയ്സ് ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറായ 2021 166 ദിവസം ഇന്ത്യയിലുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഹി ലെഫ്റ്റ് ഫോർ എംപ്ലോയ്മെൻറ്റ് ടു USA. അതിനുശേഷം അദ്ദേഹം എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് USA പോയി. അപ്പോൾ ഇവിടെ പെർട്ടിക്കുലർ കേസാണ്. നമ്മളൊരു 3 കാറ്റഗറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 കാറ്റഗറീസിൽ നമ്മൾ ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷനും നമ്മൾ സാധാരണ നോക്കുന്ന പോലെയല്ല നോക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ ടോട്ടൽ ഇൻകം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. During immediately preceding 7 previous years, he has stayed in India for 860 days, and in immediately preceding 4 previous years, he has stayed in India for 460 days. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 7 വർഷത്തിൽ അദ്ദേഹം 860 ദിവസം ഇന്ത്യയിലുണ്ടാവുകയും അതേമാതിരി തന്നെ നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 4 പ്രീവിയസ് ഇയറിൽ അദ്ദേഹം 460 ദിവസം ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. Then his income from India amounts to 19 lakhs during this period, and he was resident in India for 2 years out of immediately 10 previous years preceding relevant previous year. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 19 ലാക്ക് 19 ലക്ഷം രൂപയാണ്. ഇനി നമ്മുടെ അഡീഷണൽ കണ്ടീഷനിൽ പറഞ്ഞ കാര്യമാണ് 10 വർഷം കൊണ്ട് 2 വർഷം ഇന്ത്യയിലുണ്ടായിരുന്നു. വെദർ മിസ്റ്റർ വൈ ഈസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രീവിയസ് ഇയർ 2020-21. അപ്പോൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ പ്രീവിയസ് ഇയർ 2021 മിസ്റ്റർ വൈ റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഹി ലെഫ്റ്റ് ഫോർ എംപ്ലോയ്മെൻറ്റ് ടു USA എന്നുള്ള പോയിൻ്റാണ് നമ്മൾ നോക്കേണ്ടത് ആണല്ലോ. ഇനി അതിന് മുന്നേ പ്രീവിയസ് ഇയറിൽ അദ്ദേഹം ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? 166 ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നമ്മൾ ബേസിക് കണ്ടീഷൻ നമ്മൾ നോക്കുന്നു. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സിൽ ഇന്ത്യയിലുണ്ടായിരുന്നു എന്നാണ് നോക്കുന്നത്. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 166 ഡേയ്സ് ആണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ദെൻ അതേമാതിരി തന്നെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ആൻഡ് 4 പ്രീവിയസ് ഇയർ പ്രിസീഡിംഗ് ടു റെലവൻറ്റ് പ്രീവിയസ് ഇയർ 365 ഡേയ്സ്. ഇനി ഈ 2 ബേസിക് കണ്ടീഷനിൽ ഇവിടെ ലെഫ്റ്റ് ഫോർ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള കേസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് നോക്കേണ്ട ആവശ്യമില്ല. ഈ 2 കണ്ടീഷൻ അല്ല നമ്മൾ നോക്കുക. നമ്മൾ എന്താ നോക്കുക? അതായത് ഈ 3 പേഴ്സൻ്റെ കേസിൽ പേഴ്സൺ ലീവിങ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റും ക്രൂ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പും ഇന്ത്യൻ ഒറിജിൻ ഓർ ഇന്ത്യൻ സിറ്റിസൺ, ഈ 3 കേസിൽ ഏതെങ്കിലും ഒരു കേസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ, അസസിക്ക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ ഇൻകം ആണ് നോക്കേണ്ടത്. ടോട്ടൽ ഇൻകം എക്സെപ്റ്റ് ഫോറിൻ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ ₹15 ലാക്ക്. അതായത് നമ്മുടെ ടോട്ടൽ ഇൻകം ഫോറിൻ ഇൻകം ഒഴികെയുള്ള നമ്മുടെ ബാക്കിയുള്ള വരുമാനം എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയിൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ 60 ഡേയ്സ് എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, 120 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതേമാതിരി തന്നെ ടോട്ടൽ ഇൻകം എക്സെപ്റ്റ് ഫോറിൻ ഇൻകം 15 ലക്ഷം രൂപയിൽ കുറവാണ് എങ്കിൽ നമ്മൾ നോക്കേണ്ടത് 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിലുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 120 ഡേയ്സ് ഓർ മോർ അല്ലെങ്കിൽ 182 ഡേയ്സ് ഓർ മോർ ആസ് ദ കേസ് മേ ബി, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻ്റ് ആണ് എന്ന് നമ്മൾ തീരുമാനിക്കും. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ കണ്ടീഷനിലേക്ക് നമുക്ക് പോവാം. 2 out of 10 പ്രീവിയസ് ഇയർ ഇന്ത്യയിലുണ്ടോ എന്നും അതേമാതിരി തന്നെ 7 പ്രീവിയസ് ഇയേഴ്സ് കൊണ്ട് നമുക്ക് 730 ദിവസം വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇന്നലെ ക്വസ്റ്റ്യനിൽ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമുക്ക് നോക്കാം. ലെഫ്റ്റ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസാണ്. അപ്പോൾ നമ്മുടെ 3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി പോകുന്നു, ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് പോകുന്നു, അതേമാതിരി തന്നെ ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ. അതിൽ ഫസ്റ്റ് കേസാണ് നമ്മുടെ SSC ഉണ്ടായിരുന്നത്, ലെഫ്റ്റ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസ്. സോ ഹിയർ വി വിൽ ബി ലുക്കിംഗ് ദ ടോട്ടൽ ഇൻകം എക്സെപ്റ്റ് ദ ഫോറിൻ ഇൻകം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ ഫോറിൻ ഇൻകത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ ഇൻകം മൊത്തം എന്തായിട്ട് നമ്മൾ കണക്കാക്കാം? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിന് കൂടുതലാണെങ്കിൽ 120 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ റെസിഡൻ്റ് ആവും. ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിനേക്കാൾ കുറവാണെങ്കിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ റെസിഡൻ്റ് ആവും.
ഇവിടെ നമ്മുടെ SSCയുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 19 lakh ആണ്. ദാറ്റ് ഈസ് എബവ് റുപ്പീസ് 15 lakh അല്ലേ? സോ ഇഫ് ഹി സ്റ്റേസ് ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 120 days ഹി വിൽ ബിക്കം റെസിഡൻറ്റ്. അങ്ങനെയാണല്ലോ സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ SSC റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 166 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിയർ ഹി സ്റ്റേസ് ഫോർ 166 days in the relevant previous year. So we can say that his residential status is considered as resident. So I think this is clear. Now I am moving to another question. Mr. Rohit, aged 20 years, left India for the first time on May 31st, 2020. Determine his residential status for the assessment year 2021-22. നോക്കൂ, ഇവിടെ രോഹിത്താണ് നമ്മുടെ SSC. അദ്ദേഹം 20 വയസ്സുള്ള ആൾ ഇന്ത്യ വിട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് പോവുകയാണ്. എന്തിനു വേണ്ടി പോകുന്നു എന്നുള്ളത് നമ്മൾ സിറ്റുവേഷൻ 1ലും സിറ്റുവേഷൻ 2ലും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ വിട്ട് പോകുന്ന ഡേറ്റ് നമ്മൾ നോക്കണം. മെയ് 31st 2020 പോകുന്നത്. മെയ് 31 2020 പോകുന്നത്. ഇനി ഇതിൽ നിന്ന് ഈ മെയ് 31 2020 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ത് എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഇതിൽ 2 സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഹി ലെഫ്റ്റ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആൻഡ് ഹിസ് ടോട്ടൽ ഇൻകം എക്സെപ്റ്റ് ഫോറിൻ ഇൻകം ഈസ് റുപ്പീസ് 12 lakh. അദ്ദേഹം ഇന്ത്യ വിട്ട് പോകുന്നത് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടില്ല, അതേമാതിരി തന്നെ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യ വിട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. അപ്പം നമ്മൾ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്താ നോക്കുക? എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി പോവുകയാണെങ്കിൽ ടോട്ടൽ ഇൻകം 15 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ഇവിടെ 15 ലക്ഷം രൂപയിൽ കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? 182 days ഓർ മോർ ഇന്ത്യയിലുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം റെസിഡൻ്റായി. അപ്പോൾ ഈ 182 days എന്നുള്ളതിന് റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ള കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ളൊരു ഡേറ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇവിടെ. അല്ലാതെ മുന്നേയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഇത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഡേറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡേറ്റ് വെച്ചുകൊണ്ട് എത്ര ദിവസം നമ്മൾ ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ മെയ് 31 2020 അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഹി ലെഫ്റ്റ് ഇന്ത്യ ഓൺ വേൾഡ് ടൂർ, അതാണ് 2ാം സിറ്റുവേഷൻ, അതായത് നോർമൽ കേസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് കേസിൽ എന്താണ്? ലെഫ്റ്റ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ്. നമുക്കറിയാം ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 12 lakh ആണ്. നമ്മുടെ കണ്ടീഷൻസ് അറിയാം. ടോട്ടൽ ഇൻകത്തിനേക്കാൾ 15 ലക്ഷം രൂപ കൂടുതൽ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 182 days ഓർ മോർ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ടോട്ടൽ ഇൻകം ആണ് 15 ലക്ഷം രൂപയിൽ കൂടുതൽ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 120 days ഓർ മോർ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്താ വെച്ചാൽ മെയ് 31 അദ്ദേഹം പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1st April 2020 മുതൽ 31st March 2021 വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ഇദ്ദേഹം മെയ് 31 പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മാസം മൊത്തമായിട്ടും ഇന്ത്യയിലുണ്ടായിരുന്നു, മെയ് മാസം മൊത്തമായിട്ടും ഇന്ത്യയിലുണ്ടായിരുന്നു. പോകുന്ന ഡേറ്റിൽ, അതായത് മെയ് 31 എന്ന് പറയുന്ന ഡേറ്റ് ഇന്ത്യയിലുള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അതായത് ഡിപ്പാർച്ചർ ഡേറ്റും കൂടി ഇന്ത്യയിലുള്ള സ്റ്റേ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ നമുക്കറിയാം 30 ദിവസമാണ് ഒരു മാസം ഉള്ളത്. മെയ് മാസത്തിൽ 31 പോകുന്നത് എന്നുള്ളത് കൊണ്ട് 31 ദിവസവും ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 62 days ആണ് ഇന്ത്യയിലുണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ നമ്മുടെ ബേസിക് കണ്ടീഷൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കണ്ടീഷനിൽ 12 ലക്ഷം രൂപയാണ് ടോട്ടൽ ഇൻകം. 12 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷത്തിനേക്കാൾ കുറവായ എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 182 days ഓർ മോർ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ 182 days ഓർ മോർ ഇന്ത്യയിലുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ആകെ 62 days പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലുള്ളൂ. സോ ഹിയർ ബേസിക് കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈയിങ്. സോ മിസ്റ്റർ രോഹിത് ഈസ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021-22. ഓക്കെ, ഇനി ഇതിലൊരു കണ്ടീഷനും കൂടി പറയുന്നുണ്ടല്ലോ. ഹി ലെഫ്റ്റ് ഇന്ത്യ ഫോർ വേൾഡ് ടൂർ. വേൾഡ് ടൂറിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണം. ഇവിടെ ആദ്യം നമ്മൾ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും സാധാരണ മാതിരി നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക് കണ്ടീഷനിൽ ആദ്യം റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 182 days ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്ത്? ടോട്ടൽ ഏപ്രിൽ മാസത്തിൽ 30 ദിവസവും മെയ് മാസത്തിൽ 31 ദിവസവും അങ്ങനെ ടോട്ടൽ 62 days പ്രീവിയസ് ഇയറിലുള്ളൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 62 days ഉള്ളൂ എങ്കിൽ 182 days ഓർ മോർ എന്നുള്ള ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Then we will be moving to the second condition. Second condition, relevant previous year 60 days and 4 years preceding to the relevant previous year 365 days. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാര്യം, അതിൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ നോക്കുന്നു 60 days എന്നുള്ളത്. 62 ദിവസം ഇന്ത്യയിലുണ്ടായിരുന്നു. അതുകൊണ്ട് 60 days എന്നുള്ളത് സാറ്റിസ്ഫൈയിങ് ആണ്. ഇനി ഇതേമാതിരി തന്നെ ഇദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ആദ്യമായിട്ടാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ലെഫ്റ്റ് ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 365 ദിവസവും അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ആ കണ്ടീഷനും സാറ്റിസ്ഫൈയിങ് ആണ്.
അപ്പോൾ ഇതിൽ ബേസിക് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിലും ബേസിക് കണ്ടീഷൻ 2 എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ആസ് വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് മിസ്റ്റർ രോഹിത് ഈസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇനി റെസിഡൻ്റ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ടു ലുക്ക് ഫോർ ദ അഡീഷണൽ കണ്ടീഷൻസ്. ഹിയർ both the additional conditions are satisfying because he was going from India for the first time on May 31st. അപ്പോൾ 2 വർഷം, അതായത് 10 പ്രീവിയസ് ഇയറിൽ 2 വർഷം ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ 7 പ്രീവിയസ് ഇയറിൽ 730 ദിവസം അതിലധികവും ഉണ്ട് എന്നുള്ള സിറ്റുവേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്തരം റെസിഡൻറ്റിനെ നമ്മൾ പറയുന്നത് ഓർഡിനറി റെസിഡൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എഴുതുക? ആസ് both additional conditions are satisfied, Mr. Rohit is resident and ordinary resident for the assessment year 2021-22. So that's all about today's class. We will meet on another day. Thank you.